വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്ന ഒരു ഫാമിലി ടൈം, അതായത് ഇപ്പോൾ ഉള്ള ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ടൈം വളരെയേറെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ഫാമിലി ഇഷ്യൂസും ഡൈവോഴ്സും കൂടി വരികയാണ്. ഇപ്പം ആ ഫാമിലി ടൈമിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറയാം. കല്യാണം കഴിയുമ്പം നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ഒരു ടൈമുണ്ട്. നമ്മളൊരിക്കലും നമ്മുടെ വഴക്കും ദേഷ്യവും എല്ലാം നമ്മുടെ ബെഡ്റൂമിലേക്ക് മാത്രം കൊണ്ടുപോകരുത്. നിങ്ങളുടെ ഒരു ടൈം മാറ്റി വെച്ച് നിങ്ങൾ അത് ഷെയർ ചെയ്ത് തീർക്കുക. അപ്പം നിങ്ങൾക്കത്, അതായത് ഈ ദിവസത്തെ പ്രശ്നം ഈ ദിവസം തന്നെ തീർക്കുക, പിറ്റേ ദിവസത്തേക്ക് വയ്ക്കാതിരിക്കുക. അത് എന്ത് പ്രശ്നം ആയിക്കോളട്ടെ. ഇനി ഞാൻ എല്ലാവരോടുമായിട്ട് പറയണം, ഇപ്പം നമ്മുടെ പാർട്ട്ണർക്ക് ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം, അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം. ഇപ്പം നമ്മളൊരു ലൈഫിലേക്ക് ഒരു മൂന്നാമത് ഒരാൾ നമ്മൾ അറിയാണ്ടെന്നല്ല, നമ്മുടെ ഇതിലേക്ക് കയറി വന്നു തന്നെ വിചാരിക്കുക. ആ ആളെ മാറ്റി നമുക്ക് എങ്ങനെ ലൈഫ് മുമ്പോട്ട് പോകാമെന്നുള്ളതും രണ്ടുപേരും ഈക്വലി ആലോചിച്ച് ഈക്വലി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുക. അതിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റോ ദേഷ്യമോ ഒന്നും തരാം. അത് ഓരോ പ്രശ്നവും ഒരു ദിവസം, അതായത് അന്നത്തെ ദിവസം തന്നെ തീർക്കാൻ നോക്കുക. അതല്ലാണ്ട് നമ്മൾ ഈ ക്യാരി ഫോർവേഡ് ഇന്നത്തെ പ്രശ്നം ഇന്നിപ്പോൾ നമ്മുടെ നമ്മുടെ അടുത്ത് വഴക്കുണ്ടാക്കി, നമുക്കൊരു ദേഷ്യം വന്നു. ആ ദേഷ്യത്തെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോകാതെ മാക്സിമം അന്ന് തന്നെ തീർക്കാൻ നോക്കുക. അങ്ങനെ ആ ഒരു ഫാമിലി ടൈം നമ്മുടെ ലൈഫിൽ എപ്പോഴും കൊണ്ടുപോകാം. അത് തന്നെയാവണം കുട്ടികൾ വന്നു കഴിയുമ്പോൾ. ആഫ്റ്റർ നമ്മളൊരു ബേബി വന്നു കഴിഞ്ഞാൽ ഇപ്പം കുട്ടികൾക്കും അതേ ടൈം തന്നെ കൊടുക്കുക. കുട്ടികളുടെ സ്കൂളിലുണ്ടായ പ്രശ്നങ്ങൾ, കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ ആ ഫാമിലി ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണം, ഷെയർ ചെയ്യണം, സംസാരിക്കണം, അത് സോൾവ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ.